ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. നമുക്ക് എക്സാം ഒക്കെ വരാറായി. അപ്പോൾ ഇനി നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ചാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകും. നമ്മുടെ കോളേജിൽ തന്നെ ഹോസ്റ്റലിൽ തന്നെ അടുത്തുള്ളൊരു അമ്പലമാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അമ്പലം വ്ളോഗ്. ഗായ്സ്, ഇനി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ പറ്റൂല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചന്ദനവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫുള്ള് മ്യൂസിക്കും കാര്യങ്ങളും അങ്ങനെ ഫുള്ള് സെറ്റപ്പായിട്ട് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ ഒരു പീസ്ഫുൾ മൈൻഡ് ഒന്നുമില്ല. അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. ഗായ്സ്, ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അമ്പലത്തിൽ കയറിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ കയറുന്നത്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അയ്യപ്പന്മാരുടെയൊക്കെ ഇടത്താവളം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെയാണ്. കാരണം ഫുള്ള് സ്വാമിമാരാണ്. പിന്നെ ഒന്നും പറയാനില്ല ഗായ്സ്, ഇതിൻ്റെ പുറത്താണെങ്കിലും ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല. അത് ഫുള്ള് കിളികളും കാര്യങ്ങളൊക്കെയാണ്. എന്താ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് അടിപൊളിയാണ്. ഒരു മ്യൂസിക്കൊക്കെ ആയാലും ഒരു രക്ഷയില്ല. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് എങ്ങോട്ടാണ്? നമ്മൾ അമ്പലത്തിൽ വന്നതിൻ്റെ ആണോ എന്ന് അറിയില്ല. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറകിലാണെങ്കിൽ കുറേ ചേട്ടന്മാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്. ഇവരെന്താ വ്ളോഗറൊക്കെയാണ്. നമ്മളും ചെറിയ വ്ളോഗേഴ്സൊക്കെയാണ്. ഏകദേശം നമ്മൾ വന്നതിൻ്റെ ലക്ഷണമാണെന്ന് തോന്നുന്നു. പുറത്ത് നല്ല ഫുള്ള് മഴ. പിന്നെ ഭാഗ്യവശാൽ നമ്മൾ എവിടെ പോയാലും കുട എടുക്കില്ല എന്നുള്ള ഒരു ഒറ്റ ഗുണം കൊണ്ട് നമുക്കിനി മഴ നനയാന്നുള്ളൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതാണ് ഞാൻ ഇന്നിട്ട എൻ്റെ ഔട്ട്ഫിറ്റ്. ഗൈസ്, കൂടുതൽ വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം അമ്പലമാണ്, കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇനി നമുക്ക് മഴ കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടുന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ. കാരണം നല്ല മഴയാണ്, നല്ല മഴ. അപ്പോൾ ഇനി നമുക്ക് മഴയൊക്കെ കൊണ്ട് കുറച്ച് നേരം നമുക്കിവിടെ നിൽക്കാം. ഓക്കെ ഗായ്സ്. നല്ല മഴയാണ് അല്ലേ? ഈ ഒരു സൈഡൊക്കെ കാണുമ്പോൾ ഫുള്ളൊരു പാലക്കാട് ടച്ചപ്പ്. മഴ തീരാണ്ട് ഇനി പോകാൻ പറ്റൂല. നമ്മൾ പെട്ടിരിക്കുക ഗായ്സ്. നമുക്കാണെങ്കിൽ ഹോസ്റ്റലിലും കയറണം. ഒരു ടൈമുണ്ട്. അപ്പോൾ മഴ കാരണം കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ പറയണ തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗായ്സ്, സത്യം പറഞ്ഞാൽ മഴയ്ക്ക് ഒരു കുറവുമില്ല. മഴ നല്ലോണം പെയ്യുന്നുണ്ട്. നമ്മൾ നനഞ്ഞ് നല്ലോണം ചീഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ അപ്പുറമായിട്ടാണെങ്കിൽ അന്നദാനമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ കയറി ഫുഡ് കഴിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. മഴയൊന്ന് തോർന്നാൽ മതിയായിരുന്നു. പക്ഷെ മഴ തോരുന്ന ലക്ഷണമില്ല. ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ എന്താ പോലീസ് പോസ്റ്റ് കാർഡ് അതിൻ്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഗായ്സ്, അങ്ങനെ നമ്മളാണെങ്കിൽ വേറൊരു സ്ഥലത്തെത്തി. നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിട്ട് ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് വന്നത്. നമ്മുടെ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, മോര്, സാമ്പാർ, അച്ചാർ. പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിപ്പോയി ഗൈസ്. കഞ്ഞിയും പയറുമാണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. നമ്മളാണ് ആദ്യം വന്നിരിക്കുന്നത്. ഹലോ, ഇവിടെ ഒന്നും ആരുമില്ല. അതേ ഒരു ചേട്ടനങ്ങാണ്ട് അങ്ങേറ്റ തിരുപ്പുണ്ട്. അല്ലാണ്ട് വേറെ ആരുമില്ല. നമ്മളാണ് ഫസ്റ്റ് അടിച്ചത്. പറഞ്ഞേക്കുന്നത് മറ്റേ ദീപാരാധന കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് ഫുഡ് കൊടുക്കുക. പക്ഷെ നമുക്ക് ആക്രാന്തം ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതാ ഇവിടെ അങ്ങും ആരുമില്ല. നമ്മളാണ് ഫസ്റ്റ്. എപ്പോഴത്തേയും നമ്മൾ ഫസ്റ്റ് അടിക്കണം ഗൈസ്. ഗൈസ്, നമുക്ക് കഞ്ഞിയും പയറും അച്ചാറുമാണ് കഴിക്കാനുള്ളത്. അപ്പം നമുക്കിത് കഴിക്കാം. ബൈ. ഗൈസ്, നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇവിടെ അടുത്തുള്ള പാലാ ബർഗേഴ്സിൽ വന്നേക്കാണ്. നമ്മളാണെങ്കിൽ ഷവർമയും
ഇഷ്ടമായ ഷവർമ്മ മതിയോ? ഒന്നുകൂടി കിട്ടിയിട്ടാ ഗായ്സ്. അപ്പം നമ്മുടെ ടെമ്പിൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാക്കും, അതൊക്കെ നമുക്ക് പതിയെ മാറ്റാം. ഓക്കെ, ബൈ.